ഹലോ ഗൈസ്, വെൽക്കം ടു നിജുംപ്ലിക്സ്. 2021 മോസ്റ്റ് വെയിറ്റിംഗ് ടോപ്പ് 5 വെബ് സീരീസ് ലിസ്റ്റാണ് ഈ വീഡിയോ. നിങ്ങൾ ചെയ്തിട്ടാണ് വൈറ്റിക്കുന്നത് നോക്കുക. 5ാം സ്ഥാനം ആലീസ് ആൻഡ് ബോർഡർലാൻഡ് സീസൺ 3. അത്ര വലിയ ഫേമസ് അല്ല, പക്ഷെ നല്ലൊരു കിടിലൻ സീരീസ് ആണ്. തീർച്ചയായും നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലൂടെ കാണാൻ പറ്റിയ സീരീസ് ആണ്. സ്ക്വിഡ് ഗെയിം പോലെ തന്നെ ഒരു അടിപൊളി എബി സീരീസ് ആണ്, പക്ഷെ അങ്ങനെ പോപ്പുലർ അല്ല. എന്തായാലും സീസൺ 3 2021 വരുമ്പോൾ എന്നാണ് പറയുന്നത്. കൃത്യമായ ഡേറ്റോ ഒന്നും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് വഴി ഇതിൽ പ്രൊമോട്ടും ചെയ്യുന്നില്ല. 4ാം സ്ഥാനം സീസൺ 4. ഹെൻറി കാവിൽ മെയിനിലെത്തുന്ന ഈ സീരീസ് ആരാധകർ വെയിറ്റിംഗ് ആണ്. പൊളിയാണ്. ഇനിയും ഇത് കാണാത്തവർ കാണുക. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. തേർഡ് പ്ലേസിലോട്ട് പോകുന്നതിന് മുമ്പ് എക്സ്ട്രാ ബോണസ് ആയിട്ട് ഒരു സീരീസും കൂടി ഉണ്ട്. ഒന്ന് വൺ പീസ് ലൈവ് ആക്ഷൻ സീരീസിൻ്റെ സീസൺ 2. അതിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒട്ടും പ്രതീക്ഷയുണ്ട് കണ്ട് നെറ്റ്ഫ്ലിക്സ് രീതിയിൽ സ്കോർ ചെയ്തൊരു സീരീസാണ്. തീർച്ചയായും കാണുക. അനിമ വെച്ച് നോക്കുമ്പോൾ പോരായെങ്കിലും ലൈവ് ആക്ഷനിൽ അത്യാവശ്യം കൊള്ളാം. പിന്നെ സീസൺ 2 ഈ വർഷം പുറത്തിറങ്ങുന്നതാകും. ഇനി തേർഡ് പ്ലേസ് വെൻസ്ഡേ സീസൺ 2. ഇതിൽ സാധാരണ ഹൈപ്പല്ല, മേലെ എന്നൊക്കെ പറയില്ലേ, അമ്മാത്ര ഹൈപ്പാണ്. സീസൺ 1 ഇതുപോലെ റീച്ച് ആകുമെന്ന് ഇറക്കിയവർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചായിരുന്നു നെറ്റ്ഫ്ലിക്സ് ഈ സീരീസിൽ. എന്തായാലും വൈറ്റിംഗ്. സെക്കൻഡ് പ്രൈസ് ആരായിരിക്കും? വേറെ ആരുമല്ല, സ്ക്വിഡ് ഗെയിം സീസൺ 3. സീസൺ 2 കഴിഞ്ഞ മാസം റിലീസായി 1 വീക്കിൽ ഓൾ ടൈം റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത്. ലോകം മൊത്തം പ്രഷറുള്ള ഈ വൻ പോപ്പുലർ സീരീസാണ് സ്ക്വിഡ് ഗെയിം. അപ്പോൾ സീസൺ 3 ജൂലൈ റിലീസാണെന്ന് പറയുന്നത്. സീസൺ 2 ആണ് ശരിക്കും ഫൈനലായി തീരുമാനിച്ചത്. എന്നാൽ കഥ ലോങ് ആയതുകൊണ്ട് 2 സീസൺ ആക്കിയതാണ്. അത് നിങ്ങൾ സീസൺ 2 കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പെട്ടെന്ന് കണ്ടിട്ട് നിർത്തിയ പോലെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ക്വിഡ് ഗെയിം സീസൺ 3ൽ ഡിക്രാപ്പിയുടെ ക്യാമിയോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്, കാരണം ഫൈനൽ സീസൺ ആണ്. ഫസ്റ്റ് പ്ലേസ് വേറെ ആരുമല്ല, സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 ഫിനാലെ. ഈ വർഷം റിലീസാക്കുന്ന ഏറ്റവും വലിയ സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ 5. ഏറ്റവും ബഡ്ജറ്റിലും റൺ ടൈമിലും ഈ സീരീസാണ്. ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുമുടി ഹൈപ്പാണ്, അതായത് പീക്ക് ലെവൽ ഹൈപ്പ്. ഒരു എപ്പിസോഡ് 2 മണിക്കൂർ ഉണ്ടാകും. ഇത് ഫൈനൽ സീസൺ ആണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയൊരു വെയിറ്റിംഗ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സീരീസിനാണ് വെയിറ്റിംഗ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓണാക്കുക. അപ്പോൾ ഇതുപോലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.